ഐഡിയസ് മെഷീൻ ഡ്രോയിങ്ങിൽ നമുക്ക് എക്സാമിന് നമ്മൾ ഡ്രോയിങ് ഷീറ്റ് എല്ലാവർക്കും ഫോൾഡ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ എക്സാമിന് അതിൻ്റെ ടൈറ്റിൽ ബ്ലോക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഡ്രോയിങ് ഷീറ്റ് മിനി ഡ്രാഫ്റ്റർ യൂസ് ചെയ്ത് സെറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഈ ഇതിൽ വെച്ചിട്ട് ഡ്രാഫ്റ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കാണിക്കൽ 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ എന്ത് ചെയ്യും, മാർജിന് ലെഫ്റ്റ് സൈഡിൽ മാർജിൻ വരയ്ക്കും. ബാക്കി എല്ലാ ഭാഗങ്ങളിലും ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ മാർജിൻ കംപ്ലീറ്റ് ചെയ്യും. മാർജിൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈറ്റിൽ ബ്ലോക്കിലോട്ടാണ് നമ്മൾ പോകാറ്. നമുക്കറിയാം, നമ്മൾ ടൈറ്റിൽ ബ്ലോക്കിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ആ ടൈറ്റിൽ ബ്ലോക്കിൽ ഒരു കാരണവശാലും എക്സാമിന് പേരോ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പറോ എഴുതി വെക്കരുത്. ഇതേ രീതിയിൽ നമുക്ക് ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm എന്നുള്ളതും ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും ബാക്കി ഈ നെയിംസും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സാം ഷീറ്റിൽ വരച്ച് വെക്കേണ്ടത്. ഒരു ഐഡൻറ്റിറ്റിയും നമ്മൾ എന്ത് ചെയ്യരുത്, വെളിപ്പെടുത്തരുത്. ഇതിൽ സ്കെയിൽ എന്നുള്ളിടത്ത് 1:1 നമ്മൾ വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ 1:1 എന്നും, പകുതിയിലാണെന്നുണ്ടെങ്കിൽ 1:2 എന്നും എന്ത് ചെയ്ത് കൊടുക്കുക, മാർക്ക് ചെയ്ത് കൊടുക്കുക. മേലെ ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm എന്നൊരു 6 mm ഹൈറ്റിൽ എഴുതി വെക്കുക, നല്ല വൃത്തിയിൽ എഴുതി വെക്കുക. ഓക്കെ, ദെൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഡ്രോയിങ് ഷീറ്റ് ഫോൾഡ് ചെയ്യാം. നമ്മളിതിൻ്റെ ഉള്ളിൽ ആൻസറൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അവസാന സമയത്ത് സമയം കുറവാകുമ്പോൾ എല്ലാവരും ടെൻഷൻ അടിച്ചിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് ഡ്രോയിങ് ഷീറ്റ് ആകെ വൃത്തികേടായിട്ടാണ് മടക്കിൽ കാണാറുള്ളത്. അത് നമുക്ക് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് കാണിച്ചു തരാം. നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു A4 സൈസിലാണ് നമ്മളെ കയ്യിലുണ്ടാവുക. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഡ്രോയിങ് ഷീറ്റിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് ഇതേപോലെ നല്ല കറക്റ്റായിട്ട് വെക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഡ്രോയിങ് ഷീറ്റിൻ്റെ ഈ സൈസിലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഈ എൻഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്മൾ ഡ്രോയിങ് ഷീറ്റ് ഫോൾഡ് ചെയ്യുക കറക്റ്റായിട്ട്. വെച്ചിട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ A4 ഷീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ A4 സൈസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈസാക്കിയിട്ട് നമ്മൾ നേരെ താഴെയുള്ള നമ്മൾ ഡൗൺ പോർഷന് നേരെ നമ്മൾ എന്ത് ചെയ്യും, മേലേക്ക് ഫോൾഡ് ചെയ്തു. ഇനി നമുക്കറിയാം, ഇതിന് നേരെ എന്ത് ചെയ്യാം, ബാക്ക് സൈഡിലോട്ട് നമുക്ക് ടൈറ്റിൽ ബ്ലോക്ക് നമുക്ക് ഇവിടെ കാണണം. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ടൈറ്റിൽ ബ്ലോക്ക് നമ്മൾ ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm എന്നൊക്കെ കാണുന്ന രീതിയിൽ നമ്മൾ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യും. ഓക്കെ, ഇത് വളരെ എളുപ്പത്തിൽ കഴിയും. ഇനി നമുക്ക് 3 ഫോൾഡ് ചെയ്യാനുണ്ട്. ആ 3 ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OMR ഷീറ്റും ആൻസർ ബുക്ക്ലെറ്റിന് OMRഉം ഉപയോഗിക്കാം. ഇത് നേരെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ എഡ്ജിലോട്ട്, ഏറ്റവും എഡ്ജിലോട്ട് നമുക്ക് കൊടുന്ന് വെക്കുക. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഈ എൻഡ് കാണാം, അവിടേക്ക് എന്ത് ചെയ്യുക, ഫോൾഡ് ചെയ്യാം. നേരെ വീണ്ടും ഇതിൻ്റെ ഈ എൻഡിലോട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വൃത്തിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡ്രോയിങ് ഷീറ്റ് പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ എക്സാം കഴിയുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഡ്രോയിങ് ഷീറ്റ് ഫോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ടൈ ചെയ്യേണ്ടി വരും ആൻസർ ഷീറ്റിൽ. എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ടൊരു ഡ്രോയിങ് ഷീറ്റ് ഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി കാണിച്ചു തന്നത്. നമുക്കറിയാം, ഡ്രോയിങ് ഷീറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു തല പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യും, ഇത് കണ്ട് നേർന്നു വരും. ഓക്കെ, താങ്ക് യു.